കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടായിരുന്നേ. അതായത് യൂട്യൂബിൽ നോക്കി ഡയറ്റ് പിന്തുടർന്ന് അവശ നിലയിലായിട്ടുള്ള ഒരു പെൺകുട്ടി മരിച്ചു എന്നതായിരുന്നു ആ വാർത്ത. വളരെ സങ്കടമുള്ള ഒരു വാർത്തയാണ്. പക്ഷേ ഇതാണോ എല്ലാ അർത്ഥത്തിലും ഇതാണോ സത്യം? നമ്മൾ ഈ കേട്ടതാണോ സത്യം? ആദ്യം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. കണ്ണൂരില് കൂത്തുപറമ്പ് മെരുവമ്പായി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെൺകുട്ടി ശ്രീനന്ദ എന്നാണ് ആ കുട്ടിയുടെ പേര്. 18 വയസ്സാണ് ആ പെൺകുട്ടിക്കായിട്ടുള്ളത്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നും എന്നാൽ നമ്മൾ കേട്ട വാർത്ത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വാർത്തകളിലെല്ലാം പ്രചരിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ ചില ഡയറ്റ് വീഡിയോകളൊക്കെ കണ്ടിട്ട് അത് ഫോളോ ചെയ്തിട്ട് ഒടുവിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ പലപ്പോഴും യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒക്കെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോകളൊക്കെ വരാറുണ്ട്. പലപ്പോഴും നോളജ് ഇല്ലാത്ത ആൾക്കാർ ഡയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇവിടെ ഈ പെൺകുട്ടിക്ക് വണ്ണം കൂടുതലാണ് എന്നുള്ള ഒരു തോന്നല് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടി വളരെ കുറഞ്ഞ അളവിലാണ് ഭക്ഷണവും കഴിച്ചിരുന്നത്. ഒരുപക്ഷെ യൂട്യൂബിലടക്കം ഈ വണ്ണം കൂടുതൽ എന്ന തോന്നൽ ഉണ്ടായ സമയത്ത് ഡയറ്റുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോകൾ കണ്ടിരുന്നിരിക്കാം. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. പഠനത്തിലൊക്കെ മിടുക്കിയുമായിരുന്നു. എന്നാൽ പിന്നീട് യൂട്യൂബിൽ കണ്ട ഡയറ്റ് പിന്തുടർന്ന പെൺകുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങി എന്ന റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പൊ മലയാളത്തിലെ തന്നെ ചില മാധ്യമങ്ങൾ, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളിൽ ഞാൻ കണ്ടതാണ് ഈ വാർത്ത. ഈ പെൺകുട്ടി ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു രോഗാവസ്ഥയുണ്ട്. അത്തരം ഒരു രോഗാവസ്ഥയായിട്ടുള്ള അനോറെക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഈ പെൺകുട്ടിയെ ബാധിച്ചിരുന്നു എന്നാണ് വിവരം. വണ്ണം കൂടാതിരിക്കാൻ യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് എടുത്തിരുന്നത്. ആക്ച്വലി എല്ലാവരും കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ അത് ഫോളോ ചെയ്യാനൊന്നും ചിലപ്പോൾ ശ്രമിക്കാറില്ല. വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നൊക്കെ ഈ പെൺകുട്ടി വിശ്വസിച്ചിരുന്നു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി, ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ചിട്ട് ബാക്കി എടുത്ത് കളയുക, ഇതൊക്കെ മാസങ്ങളായിട്ട് ഫോളോ ചെയ്തിരുന്നു. യൂട്യൂബ് വീഡിയോകൾ കണ്ടിത് തുടങ്ങിയെന്ന് ബന്ധുക്കൾ പറഞ്ഞനുസരിച്ചാണ് ഈ തരത്തിൽ വീഡിയോ പ്രചരിച്ചത്. എന്നാൽ ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു രോഗാവസ്ഥയായിട്ടുള്ള അനോറെക്സിയോ നെർവോസ പെൺകുട്ടിക്കുണ്ട് എന്ന സൂചനയാണ് ചില മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ആ ഭക്ഷണം ഒഴിവാക്കിയിരുന്നത്. അതായത് വീട്ടുകാരെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ഭയങ്കരമായിട്ട് ഫുഡ് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. എല്ലാവരുടെയും കൂടെയൊക്കെ ഇരുന്ന് ചിലപ്പോൾ കഴിക്കാറുണ്ട്. വളരെ കുറച്ച് മാത്രമേ കഴിക്കൂ. പിന്നീട് പലയിടങ്ങളിലും ഭക്ഷണം ഒഴിവാക്കി വെച്ചിരിക്കുന്നതായിട്ടൊക്കെ കണ്ടതായിട്ട് വാർത്തകളിൽ പലരും ബന്ധുക്കൾ പറഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട്. മാത്രമല്ല, കുറഞ്ഞ തോതിലുള്ള ഭക്ഷണം ശരീരത്തെ സാരമായിട്ട് ബാധിച്ചതോടെയാണ് വീട്ടുകാർ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത്. രോഗം ഗുരുതരമായതോടെയാണ് പിന്നീട് വെന്റിലേറ്ററിലേക്ക് കുട്ടിയെ മാറ്റുന്നത്. ഇതിനിടയിൽ അന്ത്യം സംഭവിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ യൂട്യൂബ് ഉൾപ്പെടെ ഒന്നിലും നോക്കിയിട്ട്, ഗൂഗിളിൽ നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ടൊന്നും സ്വയം ചികിത്സ നടത്താതിരിക്കുക. അത് വേറെ കാര്യം. അത് വളരെ പ്രധാനമാണ്. എപ്പോഴും ഡയറ്റ് ചെയ്യാൻ പോകുന്നവർ ഒരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ്, നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് ഡോക്ടർ നമുക്ക് നൽകുന്ന ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അതിനാണല്ലോ ഈ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളത്. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഗൂഗിളിൽ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമായിരിക്കില്ല. എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ ഉൾപ്പെടെ അഡ്വൈസ് തരുന്ന ആൾക്കാർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ ആകില്ല. എന്ന് വെച്ചാൽ ഇത് ഒരാളുടെ വെയിറ്റും ഹൈറ്റും ഏജും ഒക്കെ നോക്കിയിട്ട് അയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ, അയാളുടെ ഹെൽത്ത്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഡയറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. സോ അതിന് ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ നമ്മളത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ വീട്ടിൽ ഇരുന്നും കൊണ്ട് വീഡിയോ കണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. രണ്ടാമത്, ഇവിടെ ഈ പ്രചരിപ്പിക്കുന്നത് യൂട്യൂബ് വീഡിയോ കണ്ട് എന്ന് പറഞ്ഞ് അതിനൊരു പക്ഷേ കുറെ കൂടെ വാല്യൂ ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും ആ തരത്തിൽ ഇതിനൊരു ഹൈപ്പ് കൊടുത്ത് പ്രചരിപ്പിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ശരിക്കും അനോറെക്സിയ നെർവോസ എന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സ്വയമേ തന്നെ ഭക്ഷണം ഒഴിവാക്കുന്ന ഒരു മാനസികമായ നിലയിലേക്ക് അവരെത്തും. അതിന് ഏതെങ്കിലും ഒരു വീഡിയോ കാണണമെന്നൊന്നുമില്ല. കാരണം ആ പെൺകുട്ടി സ്വയം വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നശിക്കുമെന്ന് ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിരുന്നു. അപ്പൊ അവർക്കൊരു നല്ല കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. അത് പക്ഷേ ആർക്കും മനസ്സിലായില്ല. ഈ പെൺകുട്ടിയുടെ ഈ ഒരു രോഗാവസ്ഥ ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. യഥാർത്ഥത്തിലുള്ള കാരണം ഈ അനോറെക്സിയോ നെർവോസ എന്ന ഒരു അവസ്ഥയാണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.